ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പാചകവാതക ടാങ്കറുകളുടെ അപകടം വീണ്ടും ആവർത്തിക്കുന്നു. ഓരോ അപകടം സംഭവിക്കുമ്പോഴും പരിശോധനയും നിഷ്ഠയും കർശനമാക്കുന്നുണ്ടെങ്കിലും പിന്നീടത് നിർജ്ജീവമാവുകയാണ്. ബുധനാഴ്ച പുലർച്ചെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ചെങ്ങോട്ടുകാവ് ടാങ്കർ അപകടത്തിൽ ആളപായം ഇല്ലാതായത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ദേശീയപാത കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിൽ ടാങ്കർ ലോറി അപകടം. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ കാരണം വൻ ദുരന്തം ഒഴിവായി. നീതി നിഷേധത്തിനെതിരെ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച്. ജനങ്ങൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ജനാധിപത്യം ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് മുൻ MLA സൈമൺ ബ്രിട്ടോ. വിശദമായ വാർത്തകളിലേക്ക്. കേരളം മാറി മാറി ഭരിച്ച ഇരുമുന്നണികളും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയവും മുഖമുദ്രയാക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ്. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം നേതൃത്വത്തിൽ നീതി നിഷേധത്തിനെതിരെ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോരപ്പുഴയിൽ തോണിമറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. നവംബർ 28-ന് വെള്ളം മുങ്ങി അപകടത്തിൽപ്പെട്ട 5 പേരെ രക്ഷപ്പെടുത്തി 6-മത്തെയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പരീഖണ്ഡി പറമ്പിൽ രാജീവിന് ജീവൻ നഷ്ടപ്പെട്ടത്. മാൻഹോളിൽപ്പെട്ട ഇതര സംസ്ഥാനക്കാരെ രക്ഷിക്കാൻ നൌഷാദ് പ്രദർശിപ്പിച്ച മഹത്വമാർന്ന മാതൃക തന്നെയാണ് മത്സ്യത്തൊഴിലാളിയായ രാജീവിനും പിന്തുടർന്നതെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം പറയുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ രാജീവിന്റെ കുടുംബം ഇന്ന് അനാഥമാണ്. സംഭവ ദിവസം കൊയിലാണ്ടിയിലുണ്ടായ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല രാജീവിന്റെ വീട് സന്ദർശിച്ചിരുന്നുവെങ്കിലും ഒരു ആനുകൂല്യവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. രാജീവിന്റെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കോഴിക്കോട്ടും കോരപ്പുഴയിലും നടന്ന 2 വിയോഗങ്ങളും മഹത്വത്തിലും മാനവികതയിലും സമവും സമാനവുമായിരിക്കെ നൌഷാദിന്റെ കുടുംബത്തിന് പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങൾക്കും രാജീവിന്റെ കുടുംബവും അർഹമാണ്. ഈ സ്വാഭാവിക നീതി സർക്കാർ നിഷേധിക്കുന്നതിനെതിരെയാണ് മത്സ്യത്തൊഴിലാളി പ്രവർത്തകർ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റ് മുൻപിൽ നടന്ന ധർണ BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇത് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് P. രഘുനാഥ് പറഞ്ഞു. കേരളം മാറി മാറി ഭരിച്ച ഇരുമുന്നണികളും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയവും മുഖമുദ്രയാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരുമുന്നണികളും മതം നോക്കി വിവേചനപരമായാണ് ഇടപെടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളെ ഒന്നായി കാണേണ്ട കേരളം ഭരിച്ചിട്ടുള്ള LDF, UDF സർക്കാരുകൾ മതം നോക്കിയിട്ടുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ തീർത്തും അവഗണിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം, അതാണ് ഇവരുടെ മുഖമുദ്ര. മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ജയപാലൻ അധ്യക്ഷനായിരുന്നു. PP സദാനന്ദൻ, K. രജനീഷ് ബാബു, T. ഫൽഗുണൻ, T. വാസുദേവൻ, VK ജയൻ, TP ശ്രീലേഷ് എന്നിവർ നേതൃത്വം നൽകി. പാചകവാതക ടാങ്കർ അപകടത്തിൽപ്പെട്ട് മറിഞ്ഞ് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തി. ദേശീയപാത കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിലാണ് 5 മണിയോടെ അപകടം നടന്നത്. 9 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കേറ്റ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് മേൽപ്പാലത്തിന് മുകളിലാണ് പാചകവാതകവുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറി മറിഞ്ഞത്. എതിരെ വന്ന മിനി ലോറിയിൽ ഇടിച്ച് മറയുകയായിരുന്നു. പുലർച്ചെ 5 മണിയോടെയാണ് അപകടം നടന്നത്. ടാങ്കർ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ ഡ്രൈവർ നാഗരാജിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടാങ്കർ ലോറിക്ക് പിറകിൽ മറ്റു വാഹനങ്ങളും വന്ന് കൂട്ടിയിടിച്ചു. 12 മണിവരെ ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു.
28 ടൺ പാചകവാതകവുമായി മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മേൽപ്പാലത്തിന് മുകളിലെ ടാങ്കർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ക്രെയിൻ ഉപയോഗിച്ചാണ് നീക്കം ചെയ്തത്. പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും സംഭവസ്ഥലത്തെത്തി. സംസ്കൃത ഭാഷയുടെ ഉന്നമനത്തിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ സെമിനാർ കോഴിക്കോട് നടന്നു. ആകാശവാണി വാർത്താ അവതാരകൻ ബലദേവാനന്ദ സാഗരയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത്. ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ ബലദേവാനന്ദ സാഗരഃ. ആകാശവാണി സമൃദ്ധി വാർത്താഃ ശ്രൂയന്ത പ്രവാചക ബലദേവാനന്ദ സാഗരഃ എന്ന് തുടങ്ങുന്ന ആകാശവാണിയിലെ സംസ്കൃത വാർത്ത കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഈ വാർത്ത വായിച്ച ബലദേവാനന്ദ സാഗരയെ നേരിൽ കണ്ടപ്പോൾ സൌന്ദര്യത്തിനൊപ്പം അദ്ദേഹത്തിനും മഹത്വം കൂടി. ബലദേവാനന്ദ ആകാശവാണിയിൽ സംസ്കൃതത്തിൽ വാർത്ത വായിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന സംസ്കൃതം സാംസ്കാരിക നവോത്ഥാനത്തിന് എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സംസ്കൃത സെമിനാറിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. നിറഞ്ഞ കയ്യടിയോടെയായിരുന്നു സദസ്സ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ ബലദേവാനന്ദ സാഗരഃ. അദ്യ ഭാരതസ്യ അന്യതമേ രാജ്യേ കേരള രാജ്യേ കോഴിക്കോട് നഗരെ കേരള പ്രശാസനസ്യ ടൌൺഹാളിൽ നടന്ന സംസ്കൃത സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഭാഷാരംഗത്ത് സംസ്കൃത ഭാഷയുടെ സംഭാവന വിലപ്പെട്ടതാണെന്നും ഈ ഭാഷയെ സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. വൈജ്ഞാനിക കലാരംഗത്തും പുരാണത്തിലും പ്രായോഗികമായിട്ടുള്ളത് സംസ്കൃത ഭാഷയാണ്. സംസ്കൃതത്തിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാഷയുടെ സ്വാധീനം കുട്ടികളിലുണ്ടാവണം. അതിന് ഊന്നൽ നൽകാൻ ശ്രമിക്കണം. പാശ്ചാത്യ സംസ്കാരത്തിനു പിന്നാലെ പോകുന്നതുപോലെ ഭാഷയും നാം മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങുകയാണെന്നും ഇതിൽ നിന്നും ഭാഷയെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈജ്ഞാനിക ലോകത്തും കലാലോകത്തും പുരാണ ഇതിഹാസങ്ങളിലും എല്ലാം വളരെയേറെ വിരാജിച്ച ഒരു ഭാഷ എന്നുള്ള നിലയിൽ അതിനെ പൂർണ്ണമായും സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ തുടർച്ചയായി നമുക്ക് സാധ്യമായിട്ടില്ല. സംസ്കൃത ഭാഷയുടെ വികസനം ലക്ഷ്യമാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രഗത്ഭരായ പണ്ഡിതരെ ഉൾപ്പെടുത്തി സെമിനാർ സംഘടിപ്പിച്ചത്. ടാഗോർ ഹാളിൽ നടന്ന പരിപാടിയിൽ ഡിഡി ഡോക്ടർ ഗിരീഷ് ചോലയിൽ അധ്യക്ഷനായിരുന്നു. സംസ്കൃതം സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ടി ഡി സുനീതി ദേവി, ഡിഇഒ ഗിരിജ അരികത്ത്, സിറ്റി സബ് ജില്ലാ എഇഒ കുസുമം, കെ വത്സൻ, കെ പ്രഭാകരൻ, സി പി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. തന്നെ അന്യായമായി മണിക്കൂറുകളോളം തടങ്കലിൽ വെക്കുകയും മർദ്ദിക്കുകയും ചെയ്ത കരിപ്പൂർ എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കാസർഗോഡ് സ്വദേശി ഹക്കീം റൂപ്പ. കൈക്കൂലി നൽകാത്തതിനാലാണ് തന്നോട് ഈ ക്രൂരത കാട്ടിയതെന്നും ഹക്കീം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നെ എന്നെ ഈ 8.5 മണിക്കൂറോളം എയർപോർട്ടിൽ ഭക്ഷണം പോലും തരാതെ, അത് ശരിക്കൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. ഭക്ഷണം എനിക്ക് അന്ന്, ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്കൊന്ന് രാവിലെ നിയത്ത് വെച്ച് അന്ന് ആ ഒരു ദിവസം നോമ്പായേനെ. എനിക്ക് അത്രക്കും എന്നെ ഫിസിക്കലിയും മെന്റലിയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇടിച്ച് ആ ഇടിക്കുന്ന സമയത്ത് ചവിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. എന്നിട്ട് അവർക്കെതിരെ ചാർജ് ചെയ്തേക്കുന്നതൊക്കെ ബെയിലബിൾ ഒഫൻസസ് ആണ്. അതായത് അടികൊണ്ട എനിക്ക് നോൺ ബെയിലബിൾ ഒഫൻസും അടിച്ച ആൾക്കാർക്ക് ബെയിലബിൾ ഒഫൻസും ആണ് ചാർജ് ചെയ്തേക്കുന്നത്. ഹക്കീം റൂബി എന്ന കാസർഗോഡ് സ്വദേശിയായ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയും 8 മണിക്കൂർ അനാവശ്യമായി തടഞ്ഞു നിർത്തുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്ത കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി വിദഗ്ധമായ അന്വേഷണം നടത്തി അർഹമായ ശിക്ഷ നൽകണമെന്നും യാത്രക്കാരെ മാനസികമായി തളർത്തിയ തരത്തിൽ റാഗിംഗ് നടത്തുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അന്വേഷണം നടത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് മർദ്ദനത്തിനിരയായ കാസർഗോഡ് സ്വദേശി ഹക്കീം റൂബിയോടൊപ്പം മലബാർ ഡെവലപ്മെന്റ് ഫോറം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ വ്യക്തിയെ ഫ്രാൻസിസ് എന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഓടിപ്പിടിക്കുകയും പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ താങ്കൾ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചു. കാസർഗോഡുകാരനാണെന്ന് പറഞ്ഞപ്പോൾ കാസർഗോഡുകാർ എന്തിനാണ് കോഴിക്കോട് വരുന്നത്? കരിപ്പൂർ വിമാനത്താവളത്തിലെ CCTV ക്യാമറകൾ മാസങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇവ ഉപയോഗയോഗ്യമാക്കുവാൻ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇത് മനഃപൂർവ്വമാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ മലബാർ ഡെവലപ്മെന്റ് ഫോറം മുഖ്യരക്ഷാധികാരി PA ഹംസ, വർക്കിംഗ് ചെയർമാൻ KM ബഷീർ, ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ഇടക്കുനി, ഭാരവാഹികളായ PK കബീർ,
VP സന്തോഷ്, ഗുലാം ഹുസൈൻ കൊളക്കടൻ എന്നിവരും പങ്കെടുത്തു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്രപഞ്ചം നാരായണ ട്രാവൽസ്. ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ജനാധിപത്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുമെന്ന് മുൻ MLA സൈമൺ ബ്രിട്ടോ ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റീഡേഴ്സ് ഫോറം സംഘടിപ്പിച്ച ഇന്ത്യൻ ജനാധിപത്യവും ആശങ്കകളും എന്ന വിഷയത്തിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യവും ആശങ്കയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷനായ സെമിനാർ മുൻ MLA സൈമൺ ബ്രിട്ടോ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബില്ലുണ്ട്, ഞാൻ സ്വന്തമായി അവിടെ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിയമസഭയിൽ സ്വകാര്യ ബില്ലുകൾ ആകെ ഒറ്റവട്ടം മാത്രം പാസ്സാക്കിയിട്ടില്ല. എന്റെ ബില്ലിന്റെ പേര് മതനിരപേക്ഷ ശവസംസ്കാര സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ ബിൽ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ്, അതനുസരിച്ച് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശവം അടക്കം ചെയ്യുകയോ ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അത് ഭരണകക്ഷിയും പ്രതിപക്ഷവും സ്പീക്കറും അംഗീകരിച്ചിട്ട് പോലും പറഞ്ഞു ട്രഷറി ബെഞ്ചമിൻഷൻ പറയാൻ പറ്റില്ല. പക്ഷെ കേരള നിയമസഭയിൽ ഒരിക്കലൊരു ബില്ല് പാസ്സായി, സ്വകാര്യ ബില്ല്. അത് നിയമസഭാംഗങ്ങളുടെ അലവൻസും വേതനവും എല്ലാം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ലായി. അങ്ങനെ ഒരെണ്ണം പാസ്സായി. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PJ ലൂസി, PTA വൈസ് പ്രസിഡന്റ് KV മുസ്തഫ, വിനോദ് മാസ്റ്റർ, ബീന ടീച്ചർ, പ്രധാന അധ്യാപിക V ജീജ എന്നിവർ സംസാരിച്ചു. വാരാന്ത്യത്തിലെ വിരസതയകറ്റാൻ കൃഷിവൃത്തി നല്ലൊരു ഉപാധിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കൊയിലാണ്ടി ശ്രീശൈലം സ്കൂളിലെ അധ്യാപിക പൂജ അജിത്. വീടിന്റെ മട്ടുപ്പാവിലാണ് സകലവിധ പച്ചക്കറികളും വിളയിച്ചിരിക്കുന്നത്. സർവ്വ പിന്തുണയുമായി കുടുംബവും കൂടെയുണ്ട്. ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞു കഴിയുന്ന ആളുകൾക്കിടയിൽ ഇങ്ങനെയുമുണ്ട് ആളുകൾ. നന്ദി ശ്രീശൈലം സ്കൂൾ അധ്യാപിക പൂജ അജിത്താണ് ഈ വ്യത്യസ്തയായ വ്യക്തിത്വം. കുടുംബം, വീട്ടുകാര്യം, മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾ എല്ലാറ്റിനുമിടയിൽ വീട്ടുകൃഷിക്കും സമയം കണ്ടെത്തുന്ന ഒരു മാതൃക അധ്യാപികയാണിത്. വീട്ടുകൃഷി എന്നാൽ സാധാരണ മനസ്സിൽ വരുന്നത് അടുക്കളത്തോട്ടമാണ്. ഈ തോട്ടം ടെറസിലാണെന്ന് മാത്രം. അവിടെ വിളയുന്നത് മലയാളിക്കും അത്ര കൃഷി ചെയ്ത് പരിചയമില്ലാത്ത കടുക്, മല്ലിച്ചപ്പ്, കാരറ്റ്, കോളിഫ്ലവർ, കാബേജ്, ഇവ കൂടാതെ നല്ല നാടൻ കാന്താരിയും.
6 വെണ്ടയും പാവക്കയും പടവലവും വെള്ളരിയും മത്തനും വിവിധതരം ചീരയുമുണ്ട്. ഇതൊക്കെ കൂടാതെ നല്ല ഇനം കപ്പ, വാഴ, ചേമ്പ്, ചേന, പപ്പായ എന്നിവയെല്ലാം ഇവിടെ സമൃദ്ധമായി വളരുന്നു. വളരുന്നതൊക്കെ ചാക്കിലാണെന്ന് മാത്രം. വലിയ പ്ലാസ്റ്റിക് കാരി ബാഗുകളിലും കന്നാസുകളിലും നല്ല ജൈവവളത്തിന്റെ പിന്തുണയിൽ ഇവ സമൃദ്ധമായി വളരുന്നുണ്ട്. തന്റെ കാർഷിക വൃത്തിയെക്കുറിച്ച് പൂജ അജിത്: ഒപ്പം വീട്ടുകാരുടെ പിന്തുണയും വേണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ച് തരാനും വീട്ടുകാരുടെ പിന്തുണ വേണം. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കുറച്ച് സമയം ഇതിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ നമ്മൾ തന്നെ റിലാക്സ്ഡ് ആയി. പിന്നെ നമ്മുടെ മനസ്സ് ഫ്രീ ആയി. പിന്നെ നമ്മളൊന്നുമില്ല, പുതിയ ആൾക്കാരായിട്ടാണ് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അന്ന് രാവിലെ മുതലേക്ക് വൈകുന്നേരം വരെയുള്ള എല്ലാ വിഷമങ്ങളും പച്ചക്കറീന്റെ ചോട്ടിലിട്ട് കുഴിച്ചു. എന്നിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. കാശ് കൊടുത്ത് ഞായറാഴ്ചകളിൽ ഔട്ടിംഗ് എന്ന ഓമനപ്പേരിൽ പുറത്തുപോയി സന്തോഷം തേടുന്നവരോട് ഈ അധ്യാപികയ്ക്ക് പറയാനുള്ളത് ഇതാണ്: ഞായറാഴ്ചകളിൽ ഒഴിവു സമയങ്ങൾ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ വരുമാനവും ഒപ്പം മനസ്സിന് സന്തോഷവും കണ്ടെത്താം. വാരാന്ത്യത്തിലെ എല്ലാ വിരസതയും സ്വസ്ഥതയും ഇവിടെ തീർക്കാം. പക്ഷേ മനസ്സ് വെക്കണമെന്ന് മാത്രം. ധീരതയുടെ പട്ടികയിലേക്ക് ഒരാൾ കൂടി ചേർക്കപ്പെടുകയും അത് നമുക്ക് ഏവർക്കും അഭിമാനിക്കത്തക്കതാണെന്നും സംവിധായകൻ റോബിൻ തിരുമല. മാനവികതയ്ക്ക് മരണമില്ല എന്ന തലക്കെട്ടിൽ ഡിവൈഎഫ്ഐ തടമ്പാട്ടുതാഴം യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവത്യാഗത്തിലൂടെ ലോകത്തിന് മാതൃക നൽകിയ നൌഷാദിന്റെ മാനവിക മൂല്യത്തിന് ജന്മനാടിന്റെ പ്രണാമം. ഡിവൈഎഫ്ഐ കോഴിക്കോട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയാണ് നൌഷാദിന് പ്രണാമം അർപ്പിച്ച് മാനവികതയ്ക്ക് മരണമില്ല എന്ന പേരിൽ തടമ്പാട്ട് താഴത്ത് പരിപാടി സംഘടിപ്പിച്ചത്. സിനിമാ സംവിധായകൻ റോബിൻ തിരുമല പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ധീരതയുടെ പട്ടികയിലേക്ക്, മനുഷ്യ സ്നേഹത്തിന്റെ പട്ടികയിലേക്ക് ഒരാൾ കൂടി ചേർക്കപ്പെടുകയാണ്, ഉദാത്തമായി ചേർക്കപ്പെടുകയാണെന്ന് പറയുന്നത് വലിയ കാര്യമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. അതിലേക്ക് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ആ ചെറുപ്പക്കാരനോട് അഭിമാനം. നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളോടൊപ്പമാണ് എന്റെ അഭിമാനവും ഉയർത്തപ്പെടുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും മനോഹരമായ ഒരു പ്രയോഗം, അതും ഒരു ഹൈന്ദവ വിശ്വാസിയായ ഒരാളുടെ വായിൽ നിന്നും, ഇവിടെ സഖാവ് ജംഷീർ പറഞ്ഞതുപോലെ മണ്ടത്തരം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന അതേ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന, അതേ പ്രസ്ഥാനത്തിന് അനുഭാവിയായിട്ടുള്ള ഒരു ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞത്, മതമേതായാലും ശരി, പേര് നൌഷാദ് എന്നായാൽ മതിയെന്ന്. നൌഷാദിനെ കുറിച്ച് റോബിൻ തിരുമല തയ്യാറാക്കുന്ന ഡോക്യുമെന്ററിയിലെ കവിതയും ചടങ്ങിൽ ആലപിച്ചു. മൃതിപ്പൂക്കളാൽ സ്മരണാഞ്ജലി ഒരുക്കുന്നു ഞങ്ങൾ, എന്നും നീ ചിരഞ്ജീവിയായി, മണ്ണിൽ നീ വഴി കാട്ടിയായി, നിന്നു നീ പകൽ തിങ്കളായി. ബ്ലോക്ക് പ്രസിഡന്റ് വി സുധീർ അധ്യക്ഷനായിരുന്നു. OK ശ്രീലേഷ് മാനവ സൌഹൃദ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നമ്മുടെ പ്രിയ സഖാവ് ജീവന്റെ നിലവിളി കേട്ട് പുകയുന്ന മനസ്സുമായി സ്വന്തം ജീവനുമപ്പുറത്തേക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ജീവനുകളെ നെഞ്ചോട് പുണരാൻ സ്വയം സമർപ്പിതമായി പ്രൊഫസർ PJ വിൻസെന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം SK സജീഷ്, ജില്ലാ കമ്മിറ്റി അംഗം K സിനി, കൌൺസിലർ K രതിദേവി, CPIM നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം O സദാശിവൻ, ലോക്കൽ സെക്രട്ടറി K വിശ്വനാഥൻ, ബ്ലോക്ക് സെക്രട്ടറി CM ജംഷീർ, രബീഷ് എന്നിവർ സംസാരിച്ചു. തങ്ങൾക്ക് നേടാനാവാത്തത് പുതിയ താരങ്ങൾക്കാവട്ടെ എന്ന് സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ്. 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. സംസ്ഥാന കായികമേളയിലെ പുത്തൻ താരങ്ങളിലൂടെ ഇന്ത്യക്ക് അത്ലറ്റിക് ഒളിമ്പിക്സ് മെഡൽ സാധ്യത കിട്ടട്ടെ എന്ന് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഞ്ജു ബേബി ജോർജ്. 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നിരവധി പേർ തങ്ങളുടെ പാതയിലേക്ക് കടന്നുവരുന്നതിൽ സന്തോഷമുണ്ട്. തങ്ങൾക്കാകാത്തത് ഇവരിലൂടെ നേടാനാകണമെന്നും ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പുകളിലും നമ്മുടെ താരങ്ങൾക്ക് നേട്ടം കൈവരിക്കാനാകട്ടെ എന്നും അവർ ആശംസിച്ചു. വിജയികൾക്ക് അഞ്ജു ബോബി ജോർജ് ട്രോഫിയും മെഡലുകളും ക്യാഷ് അവാർഡും കൈമാറി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ MS ജയ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. കായിക താരങ്ങളായ ഒളിമ്പ്യൻ PT ഉഷ, റോബർട്ട് ബോബി ജോർജ്, ഹോക്കി താരം R ശ്രീജേഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ചാക്കോ ജോസഫ്, VK വത്സൻ, വേലായുധൻകുട്ടി, കമാൽ വരദൂർ, ഡോക്ടർ സക്കീർ ഹുസൈൻ, DD ഗിരീഷ് ചോലയിൽ, വിവിധ ഉപകമ്മിറ്റി ഭാരവാഹികൾ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
കായികമേളയിൽ വിജയികളായിട്ടുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും കഴിഞ്ഞ വർഷത്തെ കായികമേളയിലെ മാധ്യമ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കായികമേളയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സതീഷ് കുമാറിനും ഡോക്ടറായ വിമൽ രാകേഷ് എന്നിവർക്കും പ്രത്യേക ഉപഹാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. ക്യാൻസർ എന്ന രോഗത്തെ തെല്ലും ഭയമില്ലാതെ തോൽപ്പിച്ച രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ഉപജീവന മാർഗമുണ്ടാക്കാനാണ് വികാസം കൂട്ടരും പ്രദർശന വിൽപ്പനമേള സംഘടിപ്പിച്ചത്. കോഴിക്കോട് പോലീസ് ക്ലബ്ബിലാണ് നർമ്മദ എഗ്ലൻസ് ഓൺ ഫാബ്രിക്സും പുനർജനി ക്യാൻസർ കൺസർവ് സൊസൈറ്റിയും സംയുക്തമായി വസ്ത്രങ്ങളുടെയും കരകൌശല വസ്തുക്കളുടെയും പ്രദർശനം നടത്തുന്നത്. ക്യാൻസറിനെ തോൽപ്പിച്ചാണ് വികാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുതിയ സംരംഭവുമായി രംഗത്തെത്തിയത്. ക്യാൻസർ എന്ന രോഗത്തെ തെല്ലും ഭയമില്ലാതെ ഒഴിവാക്കാനും രോഗികളായവർക്കും അതിൽ നിന്നും മുക്തി നേടിയവർക്കും ഒരു ഉപജീവന മാർഗമുണ്ടാക്കാനുമാണ് വികാസും കൂട്ടരും പ്രദർശനം നടത്തുന്നത്. പ്രദർശനത്തിനായി മുഴുവൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയതും രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നാണ്. ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി നർമ്മദ എലഗൻസ് ഓൺ ഫാബ്രിക്സും ഉണ്ട്. 41ാമത്തെ എക്സിബിഷനാണ് ഇവരുടെ സഹായത്തോടെ പുനർജനി ക്യാൻസർ ക്രൂസേഡർ സൊസൈറ്റി നടത്തുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിലായാണ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും സംഘടിപ്പിച്ചത്. ക്യാൻസർ ബാധിച്ചവരും അവരുടെ കുടുംബാംഗങ്ങൾക്കും വരുമാന മാർഗത്തിനായാണ് പ്രദർശനം നടത്തുന്നത്. മുള കൊണ്ടുണ്ടാക്കിയ അലങ്കാര വസ്തുക്കൾ, സോപ്പുകൾ, വിവിധതരം ബാഗുകൾ, പേഴ്സുകൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിലുണ്ട്. വിസ്മയിപ്പിക്കുന്ന ഡിസൈനുകളുമായി കോട്ടൺ സാരികളുടെയും ചുരിദാർ തുണിത്തരങ്ങളുടെയും വിപുലമായ ശേഖരം, ബലൂച്ചരി സാരികൾ, ബാഗ് പ്രിന്റ് സാരി, ദാംബു പ്രിന്റ് സാരി, മഡ്ക സിൽക്ക് സാരി, കലങ്കാരി സാരി, ജാന്താനി സാരി, ചന്ദേരി സാരി, ഉപ്പട കോട്ടൺ സാരി, മീന പ്രിന്റഡ് സാരി, ഗഡ്വാൾ സാരി മുതലായ എല്ലാവിധ കോട്ടൺ സാരികളും, ബാഗ് പ്രിന്റ് ചുരിദാർ, കരിഷ്മ കോട്ടൺ ചുരിദാർ, ഓട്ട്ലുക്ക് കോട്ടൺ, ബാലാജി കോട്ടൺ, ശ്രീ ഗണേഷ് കോട്ടൺ, ഹൈദരാബാദ് കോട്ടൺ തുടങ്ങി എല്ലാവിധ കോട്ടൺ ചുരിദാറുകളുടെയും വിപുലമായ ശേഖരവും പ്രദർശനത്തിലുണ്ട്. ഒന്നാമത് വെച്ചാല് സ്ത്രീകൾ ആണ് ഇതിൽ കൂടുതൽ മെമ്പർമാർ സ്ത്രീകളാണ്. അപ്പോൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന പേഷ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അവർക്കൊരു അവയർനെസ് കൊടുക്കുക, അതുപോലെ തന്നെ അവരെ ഈ ഒരു പോസിറ്റീവ് എനർജി കൊടുത്ത് ഇങ്ങനത്തെ ഒരു, അതായത് ഞാനൊരു രോഗിയാണെന്ന് തോന്നൽ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ളത്. വേദനകൾ മറക്കുന്ന രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും 9847610049 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അവർ നിർമ്മിക്കുന്ന കരകൌശല വസ്തുക്കൾ പ്രദർശനത്തിന് എത്തിക്കാവുന്നതാണ്. ഈ സംരംഭത്തിൽ നമുക്കും പങ്കുചേരാം. വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് താങ്ങും തണലും നൽകാം. വാർത്തകളിൽ മറ്റൊരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള അഖിലേന്ത്യാ ഖാദി കരകൌശല മേള ഡിസംബർ 10 മുതൽ 31 വരെ മാനഞ്ചിറ ഖാദി എംപോറിയത്തിൽ നടക്കും. 10% മുതൽ 30% വരെയുള്ള റിബേറ്റോടെയാണ് മേള നടക്കുകയെന്ന് സംഘാടകർ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഖാദിയുടെയും മറ്റ് ഗ്രാമ വ്യവസായങ്ങളുടെയും ലഘു ഉൽപ്പന്നങ്ങളുടെയും കോഴിക്കോട് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഗ്രാമീണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള മേളയാണ് നാളെ ആരംഭിക്കുന്നത്. ലോകപ്രസിദ്ധിയാർജിച്ച ഗുണമേന്മയുള്ള തേക്കിൽ നിർമ്മിച്ച വിവിധ ഇനം ഫർണിച്ചറുകൾ, ചൂരൽ ഫർണിച്ചറുകൾ, കരകൌശല വസ്തുക്കൾ ഇവയ്ക്ക് 10% ഡിസ്കൌണ്ട് നൽകും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത വായ്പാ സൌകര്യവും ലഭ്യമാണ്.
16 മുതൽ 31 വരെ ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് അനുവദിക്കും. മേള 10 ഉച്ചയ്ക്ക് 12 മണിക്ക് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് PM സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യുമെന്നും കോഴിക്കോട് സർവോദയ സംഘം മാനേജർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മയ്യഴിയുടെ തീരങ്ങളിൽ നിന്നും വെള്ളിയാങ്കല്ലിലേക്ക് ചേക്കേറിയ കഥാപാത്രങ്ങൾ മുകുന്ദനെ കാണാൻ വീണ്ടും എത്തുന്നു. അകം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ദൃശ്യകാവ്യ സാക്ഷാത്കാരത്തിലാണ് M മുകുന്ദന്റെ നോവലുകളിലെ പ്രധാന കഥാപാത്രങ്ങൾ പുനരവതരിപ്പിക്കപ്പെടുന്നത്. നോവലിസ്റ്റ് M മുകുന്ദന്റെ മയ്യഴി കഥകളിലെ അനശ്വര കഥാപാത്രങ്ങളെ പുനരവതരിപ്പിച്ചുകൊണ്ട് അകം പ്രൊഡക്ഷൻസ് ഹ്രസ്വ ചലച്ചിത്ര കാവ്യമൊരുക്കുന്നു. ബോൺറൂൾ മയ്യഴി എന്ന പേരിൽ നിർമ്മിക്കുന്ന ഈ ദൃശ്യകാവ്യത്തിന്റെ ചരിത്രവും മിത്തുകളും ഇഴചേർന്ന് കിടക്കുന്ന മയ്യഴിയുടെ ഗതകാല ചരിത്രവും വർത്തമാനങ്ങളും ഇൻഡോ ഫ്രഞ്ച് സംസ്കൃതിയുടെ ഈടുവെപ്പുകളുമെല്ലാം മയ്യഴിയുടെ ദൃശ്യമനോഹാരിതയിൽ ചാലിച്ച് ക്യാമറയിൽ പകർത്തും. പഴയ കാലങ്ങളിൽ മയ്യഴിയിൽ ജീവിച്ച് മരിച്ചുപോയ കഥാപാത്രങ്ങൾ ഇതിഹാസകാരന്മാരായ M മുകുന്ദനുമായി സംവദിക്കുന്നതും പരസ്പരം കണ്ടുമുട്ടുന്നതുമെല്ലാം മയ്യഴിയുടെ കഥാലോകം അറിയുന്ന അനുവാചകരിൽ അവാജ്യമായ അനുഭൂതി പടർത്തും. ഹ്രസ്വചിത്രത്തിൽ M മുകുന്ദൻ അരങ്ങിലെത്തുന്നുണ്ട്. കെ നൌഷാദ്, സുർജിത്, ജിൻസി, ആതിര, അജയ് കലായി, കാർത്തിക്, ആൽബർട്ട് അലക്സ് എന്നിവരാണ് ചിത്രങ്ങളിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. റഷീദ് അഹമ്മദ്, അനിൽ കോട്ടൂളി, ധനരാജ് ബാലുശ്ശേരി എന്നിവർ ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നു. സയനോര ഫിലിപ്പാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ EM അഷ്റഫ് രചനയും സംവിധാനവും നിർവഹിക്കുന്നു. നിർമ്മാണം EM ഹാഷിമും പ്രൊഡക്ഷൻ കൺട്രോൾ സാദിഖ് നെല്ലിക്കോട്ടും നിർവഹിക്കും. എന്റെ ഈ നോവലുകളിലെ മിക്കവാറും എല്ലാ നായകന്മാരും നായികമാരും അവസാനം മരിച്ചു പോകുന്നുണ്ട്. അവരൊക്കെ വെള്ളിയാങ്കല്ലിലാണുള്ളത്. തുമ്പികളായിട്ട് അവിടെ പറന്ന് കളിക്കുന്നു. അപ്പോൾ ഞാൻ ഡൽഹി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നു എന്ന് അറിഞ്ഞിട്ട് ഈ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ വേണ്ടി മയ്യഴിയിലേക്ക് വരികയാണ്. അവരുടെ യഥാർത്ഥ രൂപത്തിൽ. ഇപ്പോൾ ചന്ദ്രിക വരുന്നു. ചന്ദ്രിക വന്നിട്ട് എന്നോട് പറയും, എന്തിനാണ് എന്നെ ഇത്ര നേരത്തെ കൊന്നതെന്ന്. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പുനർജന്മം നൽകണം, എനിക്ക് ഇനിയും ജീവിക്കണം. ഇങ്ങനെ കഥാപാത്രങ്ങൾ എഴുത്തുകാരൻ്റെ അടുത്ത് വന്ന് പരാതി പറയും, സങ്കടം പറയും. ടിപ്പു സുൽത്താനെ വർഗീയവാദിയാക്കിയത് ബ്രിട്ടീഷ് കുതന്ത്രമാണെന്ന് ചരിത്രകാരൻ KKN കുറുപ്പ് അഭിപ്രായപ്പെട്ടു. MES ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ടിപ്പു സുൽത്താനും വർഗീയ രചനകളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടിപ്പു സുൽത്താനെ വർഗീയവാദിയായി ചിത്രീകരിച്ചത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണെന്നും കൊളോണിയസത്തിന്റെ രാഷ്ട്രീയ കുതന്ത്രമായിരുന്നു അതിന് പിന്നിലെന്നും പ്രമുഖ ചരിത്രകാരൻ ഡോക്ടർ KKN കുറുപ്പ് അഭിപ്രായപ്പെട്ടു. MES ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ടിപ്പു സുൽത്താനും വർഗീയ രചനകളും സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് സമ്പത്ത് ശേഖരിക്കാനുള്ള യുദ്ധമാണ് ടിപ്പു നയിച്ചത്. അതൊരു മതപരമായ ആക്രമണമായിരുന്നില്ല. ടിപ്പുവിനെ മതഭ്രാന്തനായി ചിത്രീകരിക്കാൻ ചരിത്രത്തിൽ തെളിവുകളില്ല. ബ്രിട്ടീഷുകാർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു ടിപ്പു ഉയർത്തിയത്. ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുകയായിരുന്നു ടിപ്പുവിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ കാർഷിക സാമ്പത്തിക വികസന നയങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ടിപ്പുവിന്റെ ഭരണതന്ത്രത്തിനും സൈനിക തന്ത്രത്തിനും മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് അടിയറവ് പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരെ ഉപയോഗിച്ച് ടിപ്പുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം രേഖപ്പെടുത്തിയതെന്നും KKN കുറുപ്പ് പറഞ്ഞു. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ P ശിവദാസൻ, ഡോക്ടർ PJ വിൻസെന്റ്, MES ജില്ലാ സെക്രട്ടറി CT സക്കീർ ഹുസൈൻ, സെക്രട്ടറി PK അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഡിസംബർ 11, 12, 13 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കും. സമ്മേളനം ജസ്റ്റിസ് VR കൃഷ്ണയ്യർ നഗറിൽ റിട്ടയർഡ് ജസ്റ്റിസ് HN നാഗ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. 11 വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ജില്ലയിലെ 50 വർഷം പൂർത്തിയാക്കിയ അഭിഭാഷകരെയും അഡ്വക്കേറ്റ് ക്ലർക്കുമാരെയും ആദരിക്കും. കലാപരിപാടികൾ വൈകിട്ട് 6:30 ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ അവയവദാന പ്രഖ്യാപന ചടങ്ങും നടക്കും. ഈ വർഷത്തെ വിജിൽ പുരസ്കാരം AK തറുവായ്ക്ക് മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 അളകാപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ N പ്രശാന്ത് സമർപ്പിക്കും. വിജിൽ ഭാരവാഹിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്ന അഡ്വക്കേറ്റ് KP സുധീറിന്റെ സ്മരണയ്ക്കായിട്ടാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 10,000 രൂപയും ഫലകവുമാണ് പുരസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിൽ ടാങ്കർ ലോറി അപകടം. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ കാരണം വൻ ദുരന്തം ഒഴിവായി. നീതി നിഷേധത്തിനെതിരെ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച്. ജനങ്ങൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ജനാധിപത്യം ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന്
മുൻ MLA സൈമൺ ബ്രിട്ടോ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.